IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നടി ലക്ഷ്മി ആർ മേനോന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ലക്ഷ്മി നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. തനിക്കെതിരെ ഈ പരാതിക്കാരൻ ലൈംഗിക അധിക്ഷേപ പരാമർശം നടത്തി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു ഈ ഹർജിയിൽ ലക്ഷ്മി ചൂണ്ടിക്കാട്ടിയിരുന്നത്. മുസ്തബ കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേർന്നു. മുസ്തബ, എന്തൊക്കെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്? നിലവിലിപ്പോൾ നിരീക്ഷണങ്ങളോടെ തള്ളിയെന്ന് മുൻകൂർ ജാമ്യം നോട്ട് അറസ്റ്റ് കൊടുത്തു, അറസ്റ്റ് തടഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ പ്രത്യേകമായി ചില വസ്തുതകൾ ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി അടുത്ത പോസ്റ്റിംഗ് വരെ ഇപ്പോൾ അവധിക്കാല ഓണാവധിയുമായി ബന്ധപ്പെട്ട് കോടതി അടക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പ്രത്യേകമായി മൂവ് ചെയ്ത ഒരു പെറ്റീഷൻ കൂടിയാണ്. അതുകൊണ്ട് വസ്തുതകൾ കൂടുതലായി ഈ വിഷയത്തിൽ വാദം കേൾക്കേണ്ടതുണ്ട്. താൽക്കാലികമായി അവരുടെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. അടുത്ത 17-ാം തീയതി ഓണാവധിക്ക് ശേഷം 17/9 സെപ്റ്റംബർ മാസം 17-ന് ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ വാദം നടക്കുക. നിലവിൽ ഹർജിക്കാരെ ഉന്നയിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ചില ആരോപണങ്ങളാണ്. ഒന്ന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബാറിൽ ചില തർക്കങ്ങളുണ്ടായി. ആ തർക്കത്തിൽ ഈ പരാതിക്കാരൻ IT ജീവനക്കാരൻ തന്നെ ലൈംഗികാധിക്ഷേപം നടത്തി, അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി. മാത്രമല്ല, അവിടെ നിന്ന് പോകുന്നതിന് ശേഷം മറ്റൊരു കാറിൽ ഈ പരാതിക്കാരൻ IT ജീവനക്കാരൻ പിന്തുടർന്ന് തടഞ്ഞു. മാത്രമല്ല, ഇപ്പോൾ ഉന്നയിക്കുന്ന ചില കഥകൾ അത് IT ജീവനക്കാരൻ ഉന്നയിച്ച വ്യാജമായിട്ടുള്ള ആരോപണങ്ങളാണ്. ആ പരാതിയുടെ ഉള്ളടക്കം തന്നെ വ്യാജമാണ് എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങളാണ് എന്തായാലും ലക്ഷ്മി ആർ മേനോൻ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. നിലവിൽ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. 17/9 വരെ നിലവിൽ അറസ്റ്റ് പാടില്ല. അന്ന് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. എന്തായാലും ലക്ഷ്മിയുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേസിൽ താൽക്കാലികമായി ഹൈക്കോടതിയിൽ നിന്നൊരു ആശ്വാസകരമായ വിധി ലക്ഷ്മിയെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നു. ലക്ഷ്മിയുടെ വാദങ്ങളെ സംബന്ധിച്ച് കൂടുതലായി ഹൈക്കോടതിയിൽ വാദം നടക്കേണ്ടതുണ്ട്. നിലവിൽ പ്രോസിക്യൂഷൻ വിശദാംശങ്ങൾ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. പക്ഷേ അതിനു മുമ്പ് ഇപ്പോൾ താൽക്കാലികമായി ലക്ഷ്മിയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു.